ഇതൊന്നുമില്ല, എനിക്ക് ഞാൻ എന്റെ ഭാര്യ മാത്രമേ കാണിച്ചു കൊടുക്കുള്ളൂ. കാര്യം ഇപ്പോഴും MRI ഞങ്ങളുടെ കമ്പനിയിലത്തെ ആൾക്കാർ പോലും എടുക്കില്ല. ഞങ്ങൾക്ക് അറിയാലോ ഇതല്ല. അല്ല, ഞാൻ ഒരു കഴിഞ്ഞിട്ടെ സത്യങ്ങൾ എന്തിനാ അവർ പറയുന്ന അവർക്കൊരു പ്രൊജക്ട്, നിങ്ങൾക്കൊരു പ്രൊജക്ട് തന്നിരിക്കുകയാണ്. അവർ നിങ്ങളുടെ ഒരേ രോഗത്തിന്റെ ആയിരക്കണക്കിന് ഷേപ്പ് എത്ര മിനിമം എത്ര എണ്ണം കാണും? നമുക്ക് എത്ര വേണമെങ്കിലും 1024 നമുക്ക് വേണമെങ്കിൽ 100 ബിറ്റ് ഇടാം, 1000 ബിറ്റ് ഇടാം. നമുക്ക് വേണമെങ്കിൽ 1 ലക്ഷം ഫ്രെയിം ഉണ്ടാക്കാം, 10 ലക്ഷം ഫ്രെയിം ഉണ്ടാക്കാം, എത്ര ഫ്രെയിം വേണമെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് അതിന്റെ ഏറ്റവും യോജിപ്പിക്കുന്ന രീതിയിൽ ഏത് റീജിയനാണോ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ആ റീജിയനിലേക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ട് വരുന്ന രീതിയിലുള്ള പ്രോട്ടോടൈപ്പുകളാണ് നമ്മൾ അതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത്. അത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇത് ആരാണ് ആദ്യം തരുന്നത് നിങ്ങൾക്ക്? നമുക്ക് ഇത് വാങ്ങിക്കുന്ന ഏത് കമ്പനിയാണോ നമ്മൾ ഡിവൈസ് പ്രോഗ്രാം ചെയ്യുന്നത്, ഇപ്പൊ ഫിലിപ്സ്, സീമെൻസ് ഇങ്ങനെയുള്ള കമ്പനികളാണ് ഇതിന്റെ എക്യുപ്മെന്റ്സ് ഇറക്കുന്നത്. അപ്പോൾ അവരുടെ മെഡിക്കൽ ഫീൽഡിൽ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ പ്രോട്ടോടൈപ്പിന്റെ പിക്ചറും അതിന്റെ കാര്യങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്യേണ്ടത് നമുക്ക് അയച്ചു തരും. ഇന്നൊക്കെ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത് ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ അപ്പോൾ ഈ എനിക്ക് ചോദിക്കുന്ന ചോദ്യമല്ലേ, ഇത്രയും ആളുകളുടെ രോഗാവസ്ഥയിലുള്ള ഫോട്ടോ ആരാണ് നിങ്ങൾക്ക് തരുന്നത്? അത് അവര് കമ്പനി മെഡിക്കൽ ഫീൽഡിൽ ഉള്ള ആൾക്കാർ, നമുക്ക് അവരുടെ ടെക്നിക്കൽ എക്സ്പേർട്സ് ഉണ്ട്. അവരിൽ ഇതുപോലത്തെ ആയിരക്കണക്കിന് അല്ല മിനിമം എത്ര എണ്ണമെങ്കിലും കാണും ഒരേ രോഗത്തിന്റെ ഒരേ സൈസിലുള്ള? മിനിമം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു ബിറ്റിനകത്ത് 1024 കയറ്റാൻ പറ്റും. ഒരു പീസ് ഒരു ബിറ്റ് ഇൻഫർമേഷനകത്ത് 1024 ഫോട്ടോ കിട്ടാം. നമുക്ക് അതുപോലെ 1000 ബിറ്റ് ചെയ്യാം, 100 ബിറ്റ് ചെയ്യാം. ഒരു മെഷീനകത്ത് മിനിമം എത്ര എണ്ണം കാണും? എത്ര ബിറ്റ് കാണും? നമുക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ഓരോ മെഷീന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് 1000 × 1000 എത്രയായി? 10 ലക്ഷം ആയില്ലേ? 10 ലക്ഷം ഫ്രെയിം അതിനകത്തുണ്ട്. 10 ലക്ഷം ഫ്രെയിം നിങ്ങൾ അതിനകത്ത് ഫിറ്റ് ചെയ്യും. അതിനകത്ത് ഞാൻ വന്ന് എന്റെ ഫോട്ടോ, ഞാൻ വന്ന് എന്റെ മുമ്പിൽ ഇരുന്ന് നിങ്ങളുടെ ക്യാമറ മുമ്പിൽ കമ്പ്യൂട്ടർ മുമ്പിൽ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ വന്ന് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ ഫോട്ടോ അതിനകത്ത് പതിയുമ്പോൾ നിങ്ങൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ബിറ്റ് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളതും ഇതും തമ്മിൽ ടാലി ചെയ്യുമ്പോൾ ഏറ്റവും പ്രോട്ടോടൈപ്പിൽ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള പിക്ചർ ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് അയച്ചിരും. ഇതാണ് നിങ്ങൾ ഡയഗ്നോസ് ചെയ്തോളൂ പറഞ്ഞിട്ട് ടെക്നീഷ്യന് കൊടുക്കും. ടെക്നീഷ്യൻ എന്താ വെച്ചാൽ അതിനകത്ത് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ഓരോ രോഗത്തിനും തന്നെ ഇൻസ്ട്രക്ഷൻസ്, ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ടെക്നീഷ്യൻ ഡയഗ്നോസ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ടെക്നീഷ്യന് ഇതിനെ ഡീറ്റെയിൽസ് അറിയേണ്ട കാര്യമില്ല. അപ്പൊ ആർക്കാണ് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയേണ്ടുന്ന ആള്? ഡോക്ടർക്കാണ് അറിയാം. ഡോക്ടർക്ക് അപ്പൊ ഇത് പഠിച്ചിട്ടുണ്ടോ? ഡോക്ടർ ഇത് പഠിച്ചിട്ടുണ്ടാവണം. അവിടെയാണ് ഇമ്പോർട്ടന്റ്. ഡോക്ടർക്ക് ഈ ഇത്രയും സൈസ് സാധനങ്ങൾ, അപ്പോൾ ഒരു മിനിമം ഒരു 25 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കുടെ മുമ്പിൽ നീ 5 4 5 ടൈപ്പിൽ ഈ സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോഴല്ലേ? അതല്ല, വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒരേ ആളുടെ MRI സ്കാൻ 5 സ്ഥലത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ഡിഫറെന്റ് ഡയഗ്നോസിസ് കിട്ടും. അതാണ് ഇമ്പോർട്ടന്റ്. അതിന്റെ കാര്യം അതാണ്. പ്രോട്ടോടൈപ്പിൽ നമ്മൾ കൊടുക്കുന്ന ബിറ്റ് അതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള എടുക്കുള്ളൂ. അപ്പൊ 5 തരത്തിൽ വരില്ലേ? അവർ ഓരോരുത്തർ ഫീഡ് ചെയ്ത് വെച്ചേക്കുന്നത് അതല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ അനിൽ വൈദ്യക്ക് പോയി എടുക്കുമ്പോൾ വേറെ സ്ഥലത്ത് അനിൽ വൈദ്യക്ക് ഇത് കൊടുക്കുന്നത് വേറെ സാധനം കൊടുക്കും. സാറേ നമ്മളിപ്പോ ഷുഗർ 5 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തപ്പോ 5 കിട്ടിയില്ലേ? ഈ 5 കിട്ടുന്നില്ലേ? അതേപോലെ തന്നെയാണ് പറയുന്നത്. MRI ഒക്കെ കുറച്ച് ബെറ്റർ ആണ്. മറ്റ് ചെറിയ ചെറിയ സ്കാനിങ് ഒക്കെയാണെന്ന് വെച്ചാൽ ശുദ്ധ തട്ടിപ്പാണ്. MRIയിലൊക്കെ കുറച്ചെങ്കിലും നമുക്ക് ഒരു 90% എങ്കിലും ആക്യുറസി വരും. എങ്ങനെ ആക്യുറസി വരും? എന്റെ സാറേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളുടെ കമ്പനിക്കാരൻ പറയാണ് ഇതിനകത്ത് രോഗമില്ലാത്തവന്റെ ഫോട്ടോ ഇടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പ്രോഗ്രാം ചെയ്ത് തരുന്നത് ഇതാണ്. ഈ കമ്പനിക്കാരൻ അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഫീൽഡുകാരൻ നിങ്ങൾക്ക് തരുന്നത് രോഗമില്ലാത്തവൻ്റെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. രോഗം ഉള്ളവൻ്റെ മാത്രമാണ് തരുന്നത്. ഇല്ലാത്തവൻ്റെ ഫോട്ടോ അതിനകത്ത് ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഒന്നും നമുക്കറിയില്ല. നമുക്ക് എന്താ തരുന്നത് വെച്ചാൽ അതിലെ കമ്പ്യൂട്ടർ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള പ്രോട്ടോടൈപ്പ് എടുത്ത് തരും. അതിന് അനുസരിച്ച് ഡയഗ്നോസ് ചെയ്യും, അത്രേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞ 5 സ്ഥലത്ത് കൊണ്ടുപോയി 5 സ്ഥലത്ത്. സാറേ അവിടെ എല്ലാം ചോദിച്ചാൽ ഞാൻ വീണ്ടും ഇപ്പോൾ അവർ തരുന്ന പീസിനകത്ത് ഫോട്ടോയ്ക്കകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയ്ക്കകത്ത് രോഗമില്ലാത്തവൻ്റെ ഫോട്ടോ ഉണ്ടാവാം, രോഗമില്ലാത്തവരെ ഉണ്ടാവും. എല്ലാ തരത്തിലുള്ള പ്രോട്ടോടൈപ്പും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ രോഗമില്ലാത്തതിന്റെ അവൻ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പം മെഡിക്കൽ ഫീൽഡുകാരൻ എല്ലാവർക്കും രോഗം ഉണ്ടാക്കാൻ അവൻ തീരുമാനിച്ചാൽ എല്ലാവർക്കും രോഗം ഉണ്ടായിക്കൂടെ? തീർച്ചയായും പറ്റും. തീർച്ചയായും പറ്റും.
അത് നമ്മൾ എന്ത് ചെയ്യുന്ന അതിനനുസരിച്ച് ഔട്ട്പുട്ട് കിട്ടുള്ളൂ, അല്ലാതെ വേറൊരു ഔട്ട്പുട്ട് കിട്ടാൻ ഒരു വഴിയില്ല. കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് നമ്മൾ എന്താണോ ഇൻപുട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മാത്രമേ ഔട്ട്പുട്ട്, അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു തരത്തിലും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമിങ്. ഇതിനകത്ത് കൂടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഓഫീസിൽ നിന്ന് ഓരോ സോഫ്റ്റ്വെയർ അയക്കുന്നത്. ഇതിന്റെ ലൈഫ് സൈക്കിൾ വഴി ആദ്യം പ്രോഗ്രാമിംഗ് ചെയ്യണം, ടെസ്റ്റിംഗ് ചെയ്യണം, അത് മെയിൻ്റനൻസ് ചെയ്യണം, അതിനുശേഷമാണ് ഇത്. ഇനിയിപ്പോൾ സാധനം ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പം നിങ്ങളിപ്പോൾ ഇത്രയും ചൊറിച്ചിലുണ്ടായിരുന്നു, ഇതേപോലുള്ള ചൊറിച്ചിലുള്ള വേറെത്തിനുണ്ടോ ലോകത്ത്? ഇല്ലല്ലോ, ഇല്ല. അപ്പം എൻ്റെ ചോദ്യം അവിടെയാണ്. ഇതേപോലുള്ള കുറേ ചൊറിച്ചിലുള്ള ആൾക്കാരുടെ ഫോട്ടോ അല്ലേ വിൽക്കാൻ പറ്റുള്ളൂ? ഒരാളുടെ അസുഖം പോലാണോ വേറൊരാളുടെ അസുഖം? അല്ല. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കത് ഏകദേശം മാച്ച് ഉള്ളതല്ലേ തരുള്ളൂ. ചെയ്തു വെച്ചാൽ അത്രേ ഉള്ളൂ, അതിൽ ഒരു മാറ്റമില്ല. ഇനിയിപ്പോ ഡോക്ടർമാര് മാറ്റി മാറ്റി പറയും അത് അവരുടെ ജീവിതമാണെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം ഇതാണെന്ന്. അപ്പോൾ എൻ്റെ ചോദ്യം വീണ്ടും ചോദിക്കുന്നു, ഇപ്പം ധാരണ നിങ്ങളെ ഇപ്പോൾ ഒരു ചൊറിച്ചിൽ കണ്ടു, ഈ സോറിയാസ്. ഞാൻ ഈ സോറിയാസ് ഇതുപോലെ വേറെ തന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ ഏകദേശം മാച്ചിക്ക് വരാം. ഇത്രയും ചൊറിച്ചിൽ ഇന്ന ഭാഗത്തല്ല വരുന്നത്. ഇപ്പം നിങ്ങളവിടെ ചൊറി പോയിട്ടും ആ താഴത്തെ കറുപ്പ് മാറിയിട്ടില്ല. കാലിയാക്കാൻ എല്ലാവർക്കും ആ കറുപ്പ് മാറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. നിങ്ങളുടെ തലയിലെ ഈ സാധനം 10 ദിവസം കൊണ്ട് മാറി, വേറെത്തിൻ്റെ വരുന്നത് 100 ദിവസം കൊണ്ട് മാറിയത്. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ 10 ജന്മം എടുത്താൽ നടക്കൂല. ഏകദേശം ശരിയല്ല, അതാണ് എൻ്റെ സത്യം. കാരണം നിങ്ങളുടെ 10 ദിവസം കൊണ്ട് മാറി, വേറെ തന്നെ ഞാൻ 3 കൊല്ലം കൊണ്ട് ചികിത്സിച്ച ആൾക്കാരുണ്ട്. 3 കൊല്ലം ചികിത്സിച്ച ആൾക്കാരുണ്ട്. ശരിയല്ലേ? അപ്പോൾ പിന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും രോഗം ആർക്കും ഒരു MRIയിലും ഒരു HRIയിലും ഒരു പെപ്സ്കാനിനകത്തും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാമോ? തറപ്പിച്ച് പറയാമോ? കാരണം നിങ്ങളാണ് ഈ പ്രോഗ്രാം ഫിക്സ് ചെയ്യുന്ന ആൾ. നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന ആൾ നിങ്ങളാണ്. ഇവിടെ എത്ര പറഞ്ഞാലും ഇവിടുത്തെ ഡോക്ടർമാർ പോലും സമ്മതിക്കാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. അതാണ് ഞാനിവിടെ പറയാറുണ്ട്. ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയും കൊടുക്കാം, ധൈര്യമായിട്ട് ഞാൻ കൊടുക്കാൻ പോവാം. കൊടുക്കാമല്ലോ. ഫോൺ നമ്പർ വെക്കുന്നില്ല, ഫോൺ നമ്പർ അങ്ങനെ ഇരിക്കാം.